ഹലോ ഫ്രണ്ട്സ്, ഞാൻ സഹായിച്ചിരുന്നു. അപ്പോൾ പുതുപുത്തൻ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ തോന്നിക്കുന്നത് അടിപൊളി ഫേസ് പാക്ക് ഉണ്ടാക്കാനാണ്. അപ്പോൾ നമ്മൾ ഫേസ് പാക്ക് ഉണ്ടാക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള 2 ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ടാണ്. നമുക്ക് ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഫേസ് പാക്കാണ്. അതായത് മിക്കവാറും എല്ലാ വീട്ടിലും ഉണ്ടാകുന്ന 2 സംഭവങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഫേസ് പാക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് തമ്പനയിൽ കണ്ട പോലെ തന്നെ 100% നാച്ചുറലാണ്. അതായത് നമ്മൾ പുറത്തുനിന്നുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നില്ല. ഫുള്ള് നമ്മുടെ വീട്ടിലുണ്ടായ 2 സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് നല്ല അതേപടി നല്ലൊരു ഫേസ് പാക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്. വീഡിയോയ്ക്ക് ഇറക്കി മുന്നേ ചാനൽ ആദ്യമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനകത്ത് നോട്ടിഫിക്കേഷൻ എവിടെ നമുക്ക് വീഡിയോ എടുക്കുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഉപയോഗിക്കാൻ പോകുന്ന സാധനം എന്ന് പറയുന്നത് ഈ ഒരു സംഭവമാണ്, കറ്റാവാഴയാണ്. അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റത്തെ ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തിരുന്നു, അതായത് കറ്റാവാഴയുടെ ജെല്ല് ഉണ്ടാക്കുന്ന ഒരു ചെറിയ വീഡിയോ നമ്മൾ ചെയ്തിരുന്നു, ഒരു ഫേസ് പാക്ക് പോലെ തന്നെ. അപ്പോൾ ഇത് നമ്മൾ ഇതിൻ്റെ ജെല്ലാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെ എടുക്കണമെന്ന് ഞാൻ ഫുള്ളായിട്ട് കാണിച്ചു തരാം. അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാൻ പാടില്ല, കാരണം അതിങ്ങനെ കറക്റ്റായിട്ട് എടുത്തില്ലെങ്കിൽ നമ്മുടെ മുഖത്തിന് കുറച്ച് കേടൊക്കെ വരും, കറക്റ്റായിട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ. അപ്പോൾ അത് കറക്റ്റായിട്ട് ഇങ്ങനെ ജെല്ലെടുക്കാമെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് ചെയ്യുന്നു, ഫസ്റ്റ് ഒരെണ്ണം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ഫേസ് പാക്കാണ് ഉണ്ടാക്കുന്നത്, അത് തന്നെയാണ് നമുക്ക് ഒരെണ്ണം കട്ട് ചെയ്താൽ മതിയാവും. അപ്പോൾ ഇത് ഭയങ്കര സോഫ്റ്റാണ്, ജസ്റ്റ് ഇങ്ങനെ തൊടുമ്പോഴേക്കും ഇങ്ങനെ പോരും. അപ്പോൾ ജസ്റ്റ് ഇതേപോലെ നമുക്ക് ഇങ്ങനെ മൂത്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾ ഒരെണ്ണം മൂത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ജെല്ലെടുക്കണം. അപ്പോൾ അതിന് മുന്നേ ഇതൊന്ന് ക്ലീൻ ആക്കണം. അത് ക്ലീൻ ആക്കി നമുക്ക് മുഖത്ത് ചോദിച്ചില്ല അങ്ങനെ സംഭവങ്ങളൊക്കെ വരും. അപ്പോൾ ഇതെങ്ങനെ ജസ്റ്റ് ക്ലീൻ ആക്കാൻ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത് ക്ലീൻ ആക്കാൻ നമ്മൾ പ്രത്യേകിച്ച് വേറെ സംഭവങ്ങളൊന്നും ചെയ്യേണ്ട. ഒരു പാത്രത്തിൽ ഇതേപോലെ വെള്ളം എടുക്കുക. അതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇട്ടേക്കുക. കണ്ട് ഈ ഒരു ഭാഗത്തായിട്ടൊരു മഞ്ഞ കളർ സംഭവമുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അത് നമ്മുടെ മുഖത്ത് തട്ടി നമുക്ക് മുഖത്ത് ചോദിച്ചില്ല സംഭവങ്ങളൊക്കെ വരും. അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ തന്നെ നമുക്കത് കളയണം. അപ്പോൾ അതിലിങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ കുറച്ച് നേരം ഈ ഒരു മൂർച്ച ഭാഗം ഇതേപോലെ ഇങ്ങനെ മുക്കിയിട്ട് ഇട്ടുവെച്ചാൽ മതി. ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ 30 മിനിറ്റിൻ്റെ അടുത്തൊക്കെ ആകുമ്പോൾ ഈ ഒരു വെള്ളം മൊത്തം മഞ്ഞ കളർ അതിൻ്റെ ആവും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള ആ മഞ്ഞ കളർ മൊത്തം പോയിൻ്റെ ആവും. അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ ഈ കറ്റാർവാഴ ക്ലീൻ ആക്കി എടുക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതങ്ങനെ ക്ലീൻ ആയതിന് ശേഷം ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ ഇത് നമ്മൾ ഇട്ടച്ച് വെള്ളം ചെറുതായിട്ട് മഞ്ഞ കളറായി നിങ്ങൾക്ക് കാണാൻ പറ്റും ബാക്കിൽ. അപ്പോൾ ഇതിന് ശേഷം ഇനി നമുക്കിതൊന്ന് ക്ലീൻ ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ ജെല്ലെടുക്കണം. അപ്പോൾ ഇനി ജെല്ലെടുക്കുന്നത് എങ്ങനെയാണ് ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ പരിപാടിയാണ്. അപ്പോൾ ഇനി 2 സൈഡിലും മുള്ളുകളുണ്ട്. അപ്പോൾ ജസ്റ്റ് ആദ്യം തന്നെ നമുക്കൊന്ന് മുറിച്ച് കളയാം. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ഇത് ഭയങ്കര സോഫ്റ്റാണ്, നമ്മളിങ്ങനെ തൊടുമ്പോഴേക്കും ഇങ്ങനെ പോകുന്നുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ സൂക്ഷിച്ച് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ കൈയൊക്കെ പെട്ടെന്ന് മുറിയും. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ഈ സൈഡിലത്തെ മുള്ളുകൾ ഇങ്ങനെ മുറിച്ച് കളയാം. 2 സൈഡിലത്തെ ഇതേപോലെ തന്നെ മുറിച്ച് കളയണം. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ സൈഡിലൊന്ന് വച്ചെടുക്കുക മതി. അപ്പോൾ ഇങ്ങനെ മുള്ളൊക്കെ പോകുന്നോളും. അപ്പോൾ ഈ രീതിയിൽ സൈഡുകൾ മുറിച്ച് കളയാം. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ 2ാമത്തെ സൈഡാണ് നമ്മൾ മുറിക്കുന്നത്. അപ്പോൾ 2ാമത്തെ സൈഡ് നമ്മളത് മുറിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഈ ഒരു മുകളിലുള്ള ഈ ഒരു ഭാഗം ജസ്റ്റ് ഒന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഇത് സാധാരണ നമ്മുടെ ഫ്ലാറ്റ് ആവണം, ചില ഇതിന് മാത്രം ഇങ്ങനെ ഉള്ളിലേക്കായിട്ടുള്ള ഫ്ലാറ്റ് ആണെങ്കിൽ നമുക്ക് സുഖമായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് എന്തായാലും ജസ്റ്റ് ഇതിൻ്റെ ഉൾഭാഗത്ത് ഇതിങ്ങനെ കൈയിട്ട് ജസ്റ്റ് ഇങ്ങനെ കത്തി വെച്ച് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ കട്ടിങ് കഴിഞ്ഞിട്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ ജെല്ലെടുക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് വേറെ പാത്രം എടുത്തതിന് ശേഷം നമുക്കൊരു ടേബിൾ സ്പൂൺ ആവശ്യമുണ്ട്. ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഈ ജെല്ലിങ്ങനെ ആക്കിയെടുത്താൽ നമുക്ക് ഈസി ആയിട്ട് ജെല്ലെടുക്കാൻ പറ്റും. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ആക്കിയെടുത്താൽ മതി. അപ്പോൾ ഈ കാണുന്നതാണ് ജെല്ല്. അപ്പോൾ ഇതേപോലെ ഫുള്ളായിട്ട് നമുക്ക് ജെല്ലിങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ഇൻഗ്രീഡിയൻറ്റ് റെഡി അതിൻ്റെതായ നമ്മുടെ കറ്റാർവാഴയുടെ ജെല്ല് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ 2ാമത്തെ ഇൻഗ്രീഡിയൻറ്റ് എന്താ നോക്കാം. അതിന് ശേഷം ഇത് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ 2ാമത്തെ ഇൻഗ്രീഡിയൻറ്റ് പറയുന്നത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ മഞ്ഞൾപ്പൊടി നമ്മൾ ജസ്റ്റ് ഉണക്കിയതിന് ശേഷം പൊടിച്ചെടുത്തതാണ്. അപ്പോൾ ഇതും കൂടി 1 ടേബിൾ സ്പൂണാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഒരു കറ്റാർവാഴയ്ക്ക് 1 ടേബിൾ സ്പൂൺ എന്ന കണക്കിൽ ആ ഒരു രീതിയിലാണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഇത് മൊത്തം നമുക്ക് മിക്സിയുടെ ജാറിലിട്ടതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ മിക്സിയിലിട്ട് അടിച്ചിട്ടുണ്ട്. അപ്പോൾ മിക്സിയിലിട്ട് അടിച്ചാൽ നമുക്ക് ഈ രീതിയിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇതിങ്ങനെ നമുക്ക് ഡയറക്റ്റ് മുഖത്ത് തേക്കാൻ പറ്റും. അപ്പോൾ മുഖത്ത് തേച്ചതിന് ശേഷം ഒരു 20-25 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം കഴുകി കളയാം. അപ്പോൾ ആ രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഫേസ് പാക്കാണിത്. അപ്പോൾ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനകത്ത് നോട്ടിഫിക്കേഷൻ എവിടെ. പിന്നെ നിങ്ങളുടെ സംശയങ്ങളായി താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തപ്പെടുത്താം. അപ്പോൾ അടിപൊളിയാണ്. ഇതുമായി അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.